ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഡെയിലി ക്യാൻഡിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് 23,446 എന്നുള്ള ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ട്രേഡുകളൊന്നും കോൾസ് എടുക്കുക പ്ലാൻ ചെയ്യുന്നുണ്ടായില്ല. ഒരു പൊസിഷണൽ ട്രേഡ് ആണെങ്കിൽ നമ്മൾ കോൾസ് എടുക്കിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലെവലിന് മുകളിലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്താണ് സംഭവിച്ചെന്നുള്ളൊരു ഐഡിയ കിട്ടും. കാരണം 2 ദിവസം മുമ്പ് ഒരു വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്തു, ആ ഒരു വലിയ ക്യാൻഡിൽ ഉണ്ടാക്കിയ ഒരു വോൾട്ടാലിറ്റി സെയിം സിറ്റുവേഷനാണ് ഇന്നും ക്രിയേറ്റ് ചെയ്തത്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ആദ്യം എന്ത് ചെയ്തു, മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. കഴിഞ്ഞ ദിവസത്തെ ഡേലോ അല്ലെങ്കിൽ ആ ഒരു സിംഗ്ലോ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് തിരിച്ചു കയറി നമ്മൾ വരച്ചിട്ട ഈ ഒരു റെസിൻ സോണ് ഇതിലെത്തിയപ്പോൾ എന്ത് ചെയ്തു, മാർക്കറ്റ് നേരെ താഴെയും വന്നു. ഇതിന് മുമ്പത്തെ ദിവസം ഉണ്ടായ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ സിനാരി തന്നെയാണ്. എന്ത് ചെയ്ത്, ഫസ്റ്റ് ഡൗൺ സൈഡ് വന്നു, അതിനുശേഷം മേലേക്ക്, പിന്നെ ഡൗൺ സൈഡ് കണ്ടിന്യൂഷൻ. ആ ഒരു ഡൗൺ സൈഡ് കണ്ടിന്യൂഷന് മുമ്പ് നോക്കുക, നമുക്ക് ഇവിടെ ഉണ്ടാക്കിയൊരു പാറ്റേൺ നോക്കുക. സെയിം പാറ്റേൺ ആണ് എന്ത് ചെയ്തത്, ഇവിടെയും ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, തിരിച്ച് മേലേക്ക് പോയത്. നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിലാണെങ്കിൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മേലേക്ക് പോയത്. അതേപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മേലേക്ക് പോയി എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഡൗൺ സൈഡ് വീണ്ടും കാണിക്കുന്നുണ്ട്. അതിനർത്ഥം മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തുക, 23,000 എന്നുള്ള റൗണ്ടിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് 22,990 വെക്കാം. അതിനുശേഷം 22,900 എന്നുള്ള ലെവലിലേക്ക് അങ്ങനെ താഴേക്കുള്ള ട്രേഡുകളിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും എന്ത് ചെയ്യാം, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ച് കുറച്ചും കൂടെ നല്ലത്. കാരണം ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആകെ നോക്കത്തേ ഉള്ളൂ, ഡൗൺ സൈഡ് നിൽക്കണം ഒരു ക്യാൻഡിൽ. കാരണം ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു റെസിൻ സോണിൽ എത്തിക്കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ സംഭവിച്ചതാണ്, ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ഔട്ട് തന്നു. പക്ഷേ അതിൽ ആ ക്യാൻഡിൽ ക്ലോസിങ് നോക്കുക, എവിടെ തന്നുള്ളത്, ഈ പിന്നെ ഹൈയുടെ താഴെയാണ് ക്ലോസിങ് എന്നുള്ളത്. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട്, പിന്നെ അത് സസ്റ്റെയിൻ ചെയ്തില്ല, മാർക്കറ്റ് എന്ത് ചെയ്തു, ഷാർപ്പായിട്ട് പാളി ചെയ്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ സിനാരിയോ എന്ത് ചെയ്യും, മാർക്കറ്റ് താഴെ പോകുന്ന സമയത്തും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് മാർക്കറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ക്യാൻഡിൽ ക്ലോസിങ് ഇതിന് താഴെ തരണം, ഇത് സോണ് താഴെ. അതിനുശേഷം ഒരു പുൾ ബാക്കിന് ശേഷം താഴെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, മാത്രം ട്രേഡ് പ്ലാൻ ചെയ്താൽ മതി. അതല്ലാത്ത കേസിൽ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട, ലോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിഫ്റ്റി കേസിലാണ് പറഞ്ഞത്, ഗ്യാപ്പ് അപ്പിലും നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഏരിയയിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല, ഇത്രയും ഭാഗം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഒഴിവാക്കുക. ഇവിടെ സെല്ലേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 ഭാഗത്തും സെല്ല് ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്നില്ല മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. മേലേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ താഴെയുള്ളത് എന്ത് ചെയ്യാം, പുട്ട് ബുക്ക് ചെയ്തിട്ട് മേലേക്ക് കയറ്റി വെക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് നിലവിൽ നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ, ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം, നിഫ്റ്റിയുടെ ഏകദേശം സെയിം ചാർട്ട് തന്നെയാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു റെസിൻ സോണിലെത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തത്, അവിടെ നിന്ന് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ വോൾട്ടാലിറ്റി കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ എന്തായിരിക്കും, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്ത് ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇതിന് താഴെ വരണം. അപ്പോൾ ഓപ്പണിംഗ് ഫ്ലാറ്റ് ആണെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ ബിയറിഷ് വ്യൂലാണ് ഇരിക്കുന്നത് മാർക്കറ്റിൽ. അപ്പോൾ 48,000 തൊട്ട് അടുത്തായതുകൊണ്ട് എന്തുണ്ട്, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എവിടെയും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെറിയൊരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 47,900. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് 47,650 47,550 എന്നുള്ള ലെവലൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺ സൈഡ് ട്രേഡ് തന്നെ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഗ്യാപ്പ് അപ്പിൽ നമ്മൾ സത്യത്തിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ വ്യൂ നെഗറ്റീവ് ആണെന്നുള്ളതും മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത ഒരു എന്താ പറയുക സൈഡ് വൈസ് മൊമെൻറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗ്യാപ്പ് അപ്പിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഫ്ലാറ്റ് ഓപ്പണിങ്ങിലും ചെറിയ ഗ്യാപ്പ് ഡൗണിലും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ നോക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഈ ഒരു സോണ് 47,900 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ, ഇപ്പം നാളെ ഓപ്പൺ ചെയ്യുന്നത് ഈ ലെവലാണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ എന്തായിരിക്കും, വലിയ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോണിൽ ഓപ്പൺ ചെയ്യുന്നതോട് കൂടി മാർക്കറ്റ് പിന്നെ ചിലപ്പോൾ റിവേഴ്സിൽ വരിക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് വലിയ ഗ്യാപ്പ് അപ്പിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് തന്നെ ട്രേഡിന് പ്ലാൻ ചെയ്യേണ്ട, വലിയ ഗ്യാപ്പ് ഡൗൺ എന്നാണ് പറയുന്നത്.
അപ്പോൾ അവിടുന്ന് ഒരു റിവേഴ്സൽ വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാത്തത്. ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് ഓപ്പൺ ചെയ്ത് മിക്കവാറും അതൊരു പോസിറ്റീവ് ക്യാൻഡലായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് റിവേഴ്സിൽ വരും. അതിനുശേഷം ഈ സോണിലോ അല്ലെങ്കിൽ ഇവിടേക്ക് ഇത്തിരി മാർക്കറ്റ് ചെയ്യാം തിരിച്ചിറങ്ങി പോരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ വലിയ ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ആക്ഷൻ കിട്ടുന്നത് വരെ മേലേക്ക് വന്നു ഇവിടെ ഡൗൺ സൈഡ് സിഗ്നൽ കാണിക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഇനി ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡ് ഫാൾ കണ്ടിന്യൂഷൻ തരികയാണെങ്കിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. കാരണം മാർക്കറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വലിയ ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് റിവേഴ്സലിനായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, എപ്പോഴും പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ഈ ഒരു പാളിൻ്റെ 50% മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാർക്കറ്റ് റിവേഴ്സിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടും മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ക്യാൻഡിൽ ഒരു ഹാമർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി ആയതുകൊണ്ട് ഇതിന് ലോ ടെസ്റ്റ് ചെയ്യാൻ വരാമെന്നുള്ളതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒരു പ്രോപ്പർ എൻട്രി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല പുട്ട് സൈഡിക്ക്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആദ്യം ഒരു റിവേഴ്സൽ സാധ്യതകൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റേഞ്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ നോക്കുകയാണെങ്കിൽ ജനുവരി 13 മുതൽ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോജി ടൈപ്പ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് പരിഗണിച്ചാൽ പോലും അതിന് മുമ്പത്തെ ദിവസത്തെ ക്യാൻഡിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് എൻട്രി എടുത്ത ആൾക്കാർ, ഈ ഒരു ക്യാൻഡിൽ ഹൈയിൽ എൻട്രി എടുത്ത ആൾക്കാരുടെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെ ആവും എന്നുള്ളതുകൊണ്ട് ഇതുവരേക്ക് മാർക്കറ്റ് വരാം. അതിനുശേഷം ചെറിയൊരു റിക്കവറി അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് തീരാനുള്ള സാധ്യതയാണ് അടുത്ത 2-3 ദിവസം നമ്മൾ കാണുന്നത്. അപ്പോൾ ബജറ്റിന് മുമ്പ് എന്തായാലും മിക്കവാറും എന്തായിരിക്കും ഈ ഒരു സോണിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ബജറ്റിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാം, പിന്നെ താഴേക്കോ മേലേക്കോ നന്നായിട്ട് പോവാം. അപ്പോൾ 1-ാം തീയതിക്ക് അകത്ത് വരുന്ന എല്ലാ ട്രേഡുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഈ ഒരു സോണിൻ്റെ അകത്ത് മിക്കവാറും നിൽക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഇതിനകത്തുള്ള ട്രേഡുകളായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതിന് പുറത്തേക്കോ അല്ലെങ്കിൽ മേലേക്ക് താഴത്തേക്കോ ഉള്ള ട്രേഡുകൾ 1-ാം തീയതി ശേഷം, അതായത് 1-ാം തീയതി അടുത്ത ശനിയാഴ്ചയാണ്. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ നമുക്ക് എന്ത് ചെയ്യാം, മേലേക്ക് താഴത്തേക്കുള്ള ട്രേഡുകൾ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി മാർക്കറ്റിൽ വലിയ ഗ്യാപ്പ് അപ്പുകളാണെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം വരിക. അപ്പം വലിയ ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 48,350 നിൽക്കുന്ന മാർക്കറ്റ് നാളെ 48,600 അല്ലെങ്കിൽ 800 അടുത്ത് വന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം, അത് അവിടുന്ന് സസ്റ്റെയിൻ ചെയ്യണം. അപ്പം ഈ ഒരു സോൺ 48,859 അല്ലെങ്കിൽ 900 എന്നുള്ള ഈ ഒരു സോണിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, തൽക്കാലം ഇവിടെ നമ്മൾ കോൾ സൈഡിലേക്ക് ട്രേഡുകൾ പരിഗണിച്ച് തുടങ്ങുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് മാർക്കറ്റ് മേലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. എപ്പോഴും മാർക്കറ്റിൽ 12:30 മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളതിലുപരി 12:30 ശേഷം ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും അത് 3:30 വരേക്ക് തുടരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് നോക്കുക, കറക്റ്റ് 12:15 ആയപ്പോൾ മാർക്കറ്റ് നെഗറ്റീവ് കാണിച്ചു. അത് വൈകിട്ട് 3:30 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിന്നെ മാർക്കറ്റ് നോക്കുക, ഈ ഒരു ഫാള് നോക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് 12:30 ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫാള് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ട്രെൻഡിന് മിക്കവാറും ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ട്രെൻഡ് ഏതെങ്കിലും സൈഡിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു ട്രെൻഡിൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ നോക്കുക. ട്രേഡ് മാക്സിമം എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് എപ്പോഴും കൂടുതൽ ഉണ്ടാവാറുള്ളത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.